ശ്രീ റോണി കെ ബേബി, ഇവിടെ ദ്വാരപാലക ശില്പങ്ങൾക്ക് കേടുപറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ സ്വർണം പൂശുന്നതിനായി കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കരങ്ങളിലേക്ക് എത്തുന്നത്. അവിടെ മറ്റ് മേൽക്കൂരയടക്കം വാതിലുകളുമെല്ലാം അന്നത്തെ കാലത്ത് സ്വർണം പൂശിയവയായിരുന്നു. അപ്പോൾ ദേവസ്വത്തിനകത്തുള്ള ചില ഉദ്യോഗസ്ഥർ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, സ്ഥിരമായി മഴയും വെയിലും ഒക്കെ കൊള്ളുന്ന മേൽക്കൂരയ്ക്ക് കേടുപാട് സംഭവിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ഇങ്ങനെ അടിക്കടി കേടുപാട് ഉണ്ടാകുന്നത്? അപ്പോൾ കേടുപാടുകൾ വരുത്തുകയോ അല്ലെങ്കിൽ കേടുപാടുകൾ വന്നു എന്ന വ്യാജേന ഒരു രേഖ സൃഷ്ടിച്ചുകൊണ്ട് ഇത് അവിടെ നിന്ന് മിളക്കണം എന്നുള്ള ബോധപൂർവമായ ഒരു നീക്കം നടന്നോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇതിനോടകം തന്നെ ചിലർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വിവാദങ്ങളൊക്കെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ പല വെളിപ്പെടുത്തലുകളും ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഈ ദ്വാരപാല ശില്പങ്ങളിൽ മാത്രം ഈ അന്വേഷണം ഒതുക്കി നിർത്തരുത് എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്. കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ശബരിമലയെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ ഒരു തീവെട്ടിക്കൊള്ള, അയ്യപ്പ സംഗമത്തെ കുറിച്ച് ആവേശത്തെ കൂടെ സംസാരിച്ച മുഖ്യമന്ത്രിയെ ഇപ്പോൾ കാണാനില്ല, ദേവസ്വം മന്ത്രിയെ കാണാനില്ല, ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി സെക്രട്ടറിയെ കാണാനില്ല. ആരുടെ ഭാഗത്തുനിന്നും ഒരു പരാമർശം ഉണ്ടാകുന്നില്ല. ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇവിടെ 1999 UB ഗ്രൂപ്പ് അവര് ദേവസ്വം ബോർഡിന് വിശ്വാസം ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, അവരുടെ ഒരു പ്രതിനിധിയെ ഫുൾ ടൈം അവിടെ നിർത്തിയിരുന്നു. ഈ സ്വർണം പൂശൽ അല്ലെ സ്വർണ്ണപ്പാളി പതിപ്പിക്കുന്ന ആ പ്രക്രിയ നടക്കുമ്പോൾ ആ പ്രക്രിയയിൽ പങ്കെടുത്ത അന്നത്തെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ദേവസ്വം ബോർഡിന്റെ അദ്ദേഹം പറയുന്നത് പേപ്പറിന്റെ കട്ടിയിലുള്ള സ്വർണ്ണപ്പാളിയാണ് അവിടെ പതിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വളരെ കൃത്യമായി തന്നെ. അത് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ മാനുവലിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു അതിനകത്ത് സംശയിക്കേണ്ടതില്ല. ഇപ്പോൾ ഇവിടെ CPM വക്താക്കൾ പറയുന്ന പോലെ UB ഗ്രൂപ്പ് ചതിച്ചെന്നോ അല്ലെ UB ഗ്രൂപ്പാണ് അതിന്റെ അകത്ത് കള്ളത്തരം കാണിച്ചെന്നോ നമ്മളിവിടെ സംശയിക്കേണ്ട കാര്യമില്ല. വളരെ കൃത്യമായി തന്നെ അത് വെരിഫൈ ചെയ്ത് ഡോക്യുമെന്റായി ദേവസ്വം മാനുവലില് ആസ്റ്റിയിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തനി തങ്കമായിരുന്നു, തനി സ്വർണമായിരുന്നു, അത് വ്യാജമല്ലായിരുന്നു എന്നതിന്റെ തെളിവാണ് 99 മുതൽ 2019 വരെ അതിലൊന്ന് തൊടുക പോലും ചെയ്യേണ്ടി വന്നിരുന്നില്ല. സ്വർണം പൂശുകയോ അത് വീണ്ടും പുനരുദ്ധാരണത്തിന് വിധേയമാക്കുകയോ ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല. അതാണ് വളരെ കൃത്യമായിരുന്നത്. പക്ഷേ 2019 വളരെ കൃത്യമായി തന്നെ നമുക്കറിയാം അന്ന് ഉണ്ടായിരുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. കാരണം എനിക്കിത് അടിസ്ഥാനപരമായി പറയാനുള്ളത്, ഇതിന്റെയൊക്കെ ഭരണം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ ശബരിമല ആയിക്കോട്ടെ, അത് യഥാർത്ഥ വിശ്വാസികൾ അല്ലെങ്കിൽ അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവര് ദേവസ്വം ബോർഡിന്റെ ചുമതലക്കാരായി ആളുകളെ നിയമിക്കുമ്പോൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ ചുമതലപ്പെടുത്തുമ്പോൾ മിനിമം വിശ്വാസികളെങ്കിലും അല്ലെങ്കിൽ ആ ശബരിമലയോട് കൂറും വിശ്വാസ്യതയും അല്ലെ ശബരിമല ധർമ്മശാസ്താവിനോട് ഭക്തിയുമുള്ള ആളുകളെ തന്നെ വയ്ക്കണം. UDF അധികാരത്തിലുള്ള കാര്യം ഞാൻ അതിനകത്ത് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഒരു രാഷ്ട്രീയ പാർട്ടികളും, അത് BJP CPM ഒന്നും അതിനെ നിരാകരിക്കുമെന്ന് തോന്നുന്നില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം എത്ര ശക്തമായ ഒരു പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത്. ആ ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം എടുത്ത നിലപാടുകൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അതിനെ എതിർത്തില്ല. കാരണം അദ്ദേഹം അയ്യപ്പ സേവാ സംഘത്തിന് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ അയ്യപ്പ സേവനത്തിന് വേണ്ടി, അയ്യപ്പ വിശ്വാസത്തിന് വേണ്ടി ചെലവഴിച്ച വ്യക്തിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരണം. ഇത് നിരീശ്വരവാദികളെ ഞങ്ങൾ പരസ്യമായി തന്നെ ഞങ്ങൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങള് മതമില്ല, ദൈവമില്ല, ദൈവം കണ്ണുമൊട്ടനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യമായി നിരീശ്വരവാദം പറയുന്ന ആളുകളെ ഇതുപോലെയുള്ള അല്ലെങ്കിൽ ശബരിമല പോലെയുള്ള പരിപാവനമായ വിശ്വാസ കേന്ദ്രങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ അവർ സഹകരണ ബാങ്കുകളെ കാണുന്ന ലാഘവത്വത്തോടെ ഇത് കാണുകയുള്ളൂ. സഹകരണ ബാങ്കുകളിൽ എങ്ങനെ കൊള്ളയടിക്കാം, എവിടെ കൈയിട്ട് വാരാം, എവിടെ പണം ഉണ്ടെങ്കിൽ കൈയിട്ട് വാരാം എന്ന് കാണുന്ന കരുവല്ലൂർ ബാങ്ക് പോലെ അതുപോലെ തന്നെ ശബരിമല കാണും. അവിടെ എന്ത് ഊരി വിൽക്കാൻ പറ്റും, അവിടെ എന്ത് അടിച്ചു മാറ്റാൻ പറ്റും, എന്ത് അവിടെ നിന്ന് ഇളക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ടാണല്ലോ 2019 അവിടെ അട്ടിമറി നടന്നുകൊണ്ടാണല്ലോ വീണ്ടും 6 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും 2025 വീണ്ടും ഇത് അഴിച്ചു കൊണ്ടുപോയി വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോണ്ടി വന്നത്. കാരണം 2019 തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. 2019 ഇത് അഴിച്ചുകൊണ്ട് പോകുമ്പോൾ അത് ദേവസ്വം വിജിലൻസ് അറിഞ്ഞിട്ടില്ല. ഇത് എന്തിനാണ് അവിടെ ഒളിച്ചിങ് നടത്തുന്നത്? ദേവസ്വം വിജിലൻസ് അത് അറിഞ്ഞിട്ടില്ല. 39 ദിവസം ഇത് മദ്രാസിലേക്ക് കൊണ്ടുപോയപ്പോൾ ഒരു ദേവസ്വം ബോർഡിന്റെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇതിന് കൂടെ പോയിട്ടില്ല. 5 കിലോ സ്വർണം, എത്ര അതിന്റെ വാല്യൂ എന്നുള്ളത് നമുക്കറിയാം. 5 കിലോ സ്വർണം പതിപ്പിച്ചു എന്ന് കരുതുന്ന ദ്വാരപാല ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഒരു ഉദ്യോഗസ്ഥൻ പോലും കൂടെ പോയില്ല എന്ന് മാത്രമല്ല, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് അവിടെ എത്തിയോ അല്ലെ എന്തുകൊണ്ട് ഇത് തിരിച്ചു വരുന്നില്ല? 40 ദിവസമായിട്ടും നമുക്കൊരു ഇതിന്റെ ഒരു കസ്റ്റോഡിയൻ ആയിട്ടുള്ള ആളുകൾ, ദേവസ്വം ബോർഡൊക്കെ ആണല്ലോ ഇതിന്റെ കസ്റ്റോഡിയൻ, ഒരു മിനിമം ആകാംക്ഷ, ഒരു മിനിമം താല്പര്യം, ഇത് അവിടെ എത്തിയോ, ഇതിന് എന്ത് സംഭവിച്ചു? എന്നിട്ട് ഇത് കേരളം മുഴുവൻ നടന്ന് പ്രദർശിപ്പിക്കുകയാണ്. വീടുകൾ തോറും നടന്ന് പ്രദർശിപ്പിക്കുന്നു, പൂജ നടത്തുന്നു, അതിന്റെ പേരിൽ പിരിവ് നടത്തുന്നു. ഈ നാരായണൻ ഈ പറയുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളൊക്കെ ബിനാമിയാണ്. ഒന്നും സംശയിക്കേണ്ട. കോടാനുകോടി രൂപയുടെ അഴിമതിയാണ്, കോടാനുകോടി രൂപയുടെ കൊള്ളയാണ്
ഈ ശബരിമലയെ മുന്നിൽ നിർത്തി നടന്നിരിക്കുന്നത്? കാരണം ഇനി അവിടെ എനിക്കിവിടെ വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്, ധർമ്മശാസ്താവിന്റെ വിഗ്രഹം പോലും ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നമ്മൾ അത് പിന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവർ അതുകൂടി അടിച്ചു മാറ്റുന്ന, പിന്നെ കാരണം എന്ത് കിട്ടിയാലും അത് അടിച്ചു മാറ്റുന്ന സ്വഭാവമുള്ള, എന്തിനേയും ഒരുപാട് കച്ചവടം കണ്ണോട് കാണുന്ന, എന്തിനേയും അഴിമതി നടത്തുവാനുള്ള താല്പര്യത്തോടെ കാണുന്ന ഒരു സംവിധാനം വരുമ്പോൾ, കാരണം ഇത് എന്ന് പറയുന്നത് ഒരു മഞ്ഞുമലയുടെ ആഗ്രഹം മാത്രമാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ പിന്നെ ചിരഞ്ജീവി കാണിച്ചു അദ്ദേഹത്തിന്റെ പ്രതികരണം, അതെത്ര അഹങ്കാരത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്, എത്ര ധാർഷ്ട്യത്തോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എന്താ, കാരണം ഞാൻ സംരക്ഷിക്കപ്പെടും, കാരണം എന്നെക്കാൾ വലിയ തിമിംഗലങ്ങളാണ് ഇതിനകത്തുള്ളത്, ഞാൻ ഇതിനകത്ത് വെറും പരൽ മീൻ മാത്രമാണ്, ഇതിനകത്ത് വലിയ തിമിംഗലങ്ങളുണ്ട് എന്ന് തോന്നുമ്പോൾ അത്ര അയാളുടെ ശരീരഭാഷ, അയാളുടെ സംസാരം ഞാൻ ഒരിക്കലും അങ്ങനെയല്ല പ്രതീക്ഷിച്ചിരുന്നത്. ഈ പിന്നെ ശബരിമല അദ്ദേഹം അവിടുത്തെ പിന്നെ പരികർമ്മിയുടെ സഹായിയായിട്ട് വന്ന ആളാണ്, അദ്ദേഹത്തിന് മിനിമം വിശ്വാസം ഉണ്ടാവും. പക്ഷെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ട് പോലും അതിന്റെ ഒരു പിന്നെ ലാഞ്ചനയും അദ്ദേഹത്തിന്റെ മുഖത്തില്ല, ഒരു തുപ്പതും അദ്ദേഹത്തിന്റെ മുഖത്തില്ല. താൻ കൂടി പിന്നെ ഇതിന്റെ അകത്ത് ഇടപെട്ട ഒരു വിഷയമായിട്ട് കൂടി ഇത്ര ഗുരുതരമായിട്ടുള്ള, കാരണം അവിടെ നിന്ന് സ്ഥലം നഷ്ടപ്പെട്ടു പോയി എന്നതിനകത്ത് സംശയമില്ല, ഇതിനകത്ത് കൊള്ള നടന്നു എന്നതിനകത്ത് ഒരു സംശയമില്ല. കാരണം ഇതിനകത്ത് ഇനി ആരാണ് ഉത്തരവാദി? ഇനി അതിനകത്ത് നമ്മൾ കിടന്ന ഇപ്പോൾ CPM-ന്റെ ബഹുമാനപ്പെട്ട വക്താവ് തന്നെ ഇവിടെ നിന്ന് പറയുകയാണ് സ്വർണം പൂശി, നമ്മൾ ആ പരാമർശത്തെ പിൻവലിക്ക്. ഇപ്പോൾ എന്താ ഇന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറയാണ് 10 ഗ്രാം സ്വർണം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. 10 ഗ്രാം അല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത്, അതിനകത്ത് ആദ്യം അത് തടിയാണ്, ആ തടിയുടെ പുറത്ത് ചെമ്പുപാളുകൾ പതിപ്പിച്ചു, അതിന് പുറത്ത് സ്വർണ്ണപ്പാളുകൾ പതിപ്പിച്ചു. നമ്മൾ സ്വർണം പൂശി എന്നതിനെ നിങ്ങൾ ലാഘവത്തോടെ കാണരുത്, സ്വർണം പൂശിയല്ല, ഇത് സ്വർണ്ണപ്പാളിയാണ് ഉള്ളത്. കൃത്യമായി തന്നെ 4-5 കിലോ പിന്നെ തൂക്കം വരുന്ന, ഇത് ഒരു ഗ്രാമിന്റെയോ അല്ലെ 2-8 ഗ്രാമിന്റെ വിഷയമല്ല, കിലോ കണക്കിന് സ്വർണത്തിന്റെ വിഷയമാണ്. കോടാനുകോടിയുടെ വാല്യൂ ഉള്ള ഇതാണ്, അത്രയും അവിടെ പിന്നെ അടിച്ചു മാറ്റിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ CPM-ന്റെ വക്താവ് പറഞ്ഞതിന്റെ ഒരു കാര്യം ഞാൻ സംശയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അവിടെ 12 നിലവറകളുണ്ട്, അവിടെ പല സാമഗ്രികളും സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നാളെ ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്നത് അവിടെ ഏതെങ്കിലും നിലവറയിൽ നിന്നും ഈ സ്വർണ്ണപ്പാളി കൺകിട്ടി എന്ന രീതിയിലുള്ള ചിലപ്പോൾ ഒരു വാർത്ത വരാൻ പോലുമുള്ള ഒരു സാധ്യത ഞാൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് ഞാൻ സംശയിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതാണ് ഈ പല നിലവറകളുണ്ട്, ആ നിലവറകളിലൊക്കെ പൂജാതി കർമ്മങ്ങളും ഇതുപോലെ വിശിഷ്ട വസ്തുക്കളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നാളെ ചിലപ്പോൾ പുതിയൊരു തിരക്കഥ ഉണ്ടാകാൻ സാധ്യത ഞാൻ കാണുകയാണ്. ഈ പോയിന്റൊക്കെ ഇത് കൊണ്ടുവന്ന് പിന്നെ ഈ നിലവറയിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് അത് അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ഇത് കണ്ടുകിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിവാദമൊക്കെ തണുപ്പിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണം പോയി കഴിഞ്ഞാൽ ഇത് സത്യസന്ധമായ അന്വേഷണമാണെങ്കിൽ ഇതിന്റെ നമ്മള് കേരളം ഞെട്ടാൻ പോകുന്ന വാർത്തകളായിരിക്കും പുറത്തു വരാൻ പോകുന്നത്. ആരായിരിക്കും